എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് കോക്കനട്ടിൻ്റെ ദോശയാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ദോശ എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് കുതിരാനായിട്ട് വെക്കേണ്ടത്. ഒരു 6 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. ഞാനിവിടെ അരിയെല്ലാം നല്ലതായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് തുറന്ന് നോക്കാം. 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. ഇനി ഈ വെള്ളമെല്ലാം നമുക്കൊരു അരിപ്പയിൽ അരിച്ചങ്ങ് കളയണം. ആ വെള്ളം വെച്ചെല്ലാം നമ്മൾ അരയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. വെള്ള അരിയുടെ ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2.5 കപ്പ് അളവിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങയുടെ ഉൾഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ബ്രൗൺ ഭാഗം ഞാൻ എടുത്തിട്ടില്ല. 2.5 കപ്പ് തേങ്ങ വേണം. വെള്ള ചോറ് എടുക്കാനായിട്ട് നോക്കുക. എന്നാലേ നമ്മുടെ ഈ ദോശ നല്ല കളറിൽ കിട്ടത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ സാധാ ചോറ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വേണ്ട എങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിനാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുതിയ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഴയ ഈസ്റ്റ് ചേർത്ത് കൊടുക്കരുത്, നമ്മുടെ മാവ് പൊങ്ങി വരത്തില്ല. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തേങ്ങാവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ വെള്ളം എത്ര ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമേ. ഇപ്പം ഞാൻ 1 കപ്പ് അളവിന് തേങ്ങാവെള്ളത്തിനെക്കാട്ടും നല്ലത് കരിക്കും വെള്ളമാണ്. കരിക്കും വെള്ളം നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് തേങ്ങാവെള്ളം ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഈ തേങ്ങാവെള്ളത്തിൽ ഇതെല്ലാം മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ വെള്ളം ചേർക്കുന്ന എത്രയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം അളവ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇനി ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും തേങ്ങാവെള്ളമാണ്. ആദ്യം 1 കപ്പ് ഒഴിച്ചു. ഇത് രണ്ടാമത് 1 കപ്പ് എടുത്താണ്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ടങ്ങ് അരഞ്ഞു പോവുകയും വേണ്ട, പേസ്റ്റ് പോലെ. ഞാൻ കാണിക്കാം. ഒരു തരിതരിപ്പോടുകൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ ഒരു തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങ് മഷി പോലെ അരച്ചെടുക്കരുത്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു കൊടുത്തു. ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് സാധാ നോർമൽ പച്ചവെള്ളം ഇല്ലേ, അതാണ് എടുക്കുന്നത്. 2 കപ്പ് തേങ്ങാവെള്ളവും ഇത് സാധാ നോർമൽ പച്ചവെള്ളം, അതിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ച് ഞാനിതാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കണം. നമ്മളിപ്പോൾ എടുത്ത വെള്ളത്തിൽ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുള്ളേ. മൊത്തത്തിൽ നമ്മൾ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് തേങ്ങാവെള്ളവും 1/2 കപ്പ് വെള്ളവും. ബാക്കി ഇത്രയും വെള്ളം അധികമുണ്ട്. ബാക്കിയുള്ള വെള്ളം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതെങ്ങനെയാണ് കലക്കിയെടുക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഇതങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഈ മാവ് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കത്തില്ലേ, അതുപോലെ നല്ലതായിട്ട് ഒരു 2 മിനിറ്റോളം കൈ കൊണ്ട് നല്ലതായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ പതപ്പിച്ചെടുക്കുക. ഇനി ഞാനൊരു തവിയിൽ ഇത് കോരി കാണിക്കാം എത്ര ലൂസായിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നതെന്ന്. ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും വേണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി രാവിലെയാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത്. രാവിലെ ഞാനിത് തുറന്ന് നോക്കി. നമ്മുടെ മാവെല്ലാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും പൊട്ടിച്ച് കളയാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഞാനിതിൽ
ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനിയും വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒരുപാടങ്ങ് ഇളക്കരുത്. ഞാൻ ചെറുതായിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ദോശക്കല്ല് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു തവി മാവൊഴിച്ച് ഇതുപോലെ ദോശ നമ്മളെങ്ങനെ തയ്യാറാക്കുന്ന അതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം ഹോൾസൊക്കെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹോൾസ് വന്നതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതാ നല്ലതായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല, ഇതേപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുക. നമ്മൾ ദോശ തിരിച്ചിടത്തില്ല, അതുപോലെ തിരിച്ചിടത്തില്ല കേട്ടോ. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാമേ. അപ്പോഴത്തേക്കിത് വെന്ത് കിട്ടും നമുക്ക്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് ശേഷം എന്താ തുറന്ന് നോക്കി, നമ്മുടെ ദോശ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ദോശ കണ്ടോ. കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഈ ദോശ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഞാൻ തയ്യാറാക്കി കാണിക്കാം. ദോശക്കല്ലിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. ദോശ എങ്ങനെ നമ്മൾ പരത്തി കൊടുക്കണം അതേപോലെ അങ്ങ് പരത്തി കൊടുക്കുക. അതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുക. നമ്മുടെ കുക്കനറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെ തേങ്ങാ ദോശ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ.